അങ്ങനെ കുറേ നാളുകൾക്ക് ശേഷം ഞാൻ ഒരാളെ കാണാൻ പോകണേ കേട്ടോ. ആരാണെന്ന് ഞാൻ ഇപ്പോൾ കാണിച്ചു തരാം കേട്ടോ. എനിക്ക് ഏറ്റവും വേണ്ടപ്പെട്ട ഒരാളാണ് കേട്ടോ. എൻ്റെ ജീവിതത്തിൽ മാറ്റി നിർത്താൻ പറ്റാത്ത ഒരാളാണ്. എൻ്റെ സ്വന്തം സഹോദരനെ കിടക്കാണ് കേട്ടോ. ഞാൻ വീഡിയോ എടുത്തുകൊണ്ട് വന്ന കാര്യം പുള്ളി അന്തം വിട്ടു കേട്ടോ. അങ്ങനെ കുറേ നേരം നമ്മൾ അവിടെ ഇരുന്ന് സംസാരിച്ച്, പിന്നെ പുള്ളിയുടെ ചേച്ചിയുടെ മോനുണ്ടായിരുന്നു അവിടെ. അങ്ങനെ നമ്മൾ കുറച്ച് നേരം അവിടെ ഇരുന്ന് സംസാരിച്ചിട്ട് അങ്ങനെ പ്ലാൻ ചെയ്യണം, എവിടെയെങ്കിലും പോയാലോ, കുറേ നാളായില്ലേ എവിടെയെങ്കിലുമൊക്കെ ഒരുമിച്ച് പോയിട്ട് എന്നൊക്കെ പറഞ്ഞിരുന്ന് പ്ലാൻ ചെയ്തിട്ട്. അപ്പോൾ വീഡിയോ എടുക്കണ്ടപ്പോൾ നാണം വരുന്നുണ്ട് പുള്ളിക്ക്. ഫോണൊക്കെ കൊണ്ട് മുഖമൊക്കെ പറിച്ച് അങ്ങനെ നമ്മൾ അവിടെ നിന്ന് ഇറങ്ങി കേട്ടോ. ചുമ്മാ ഒന്ന് പുറത്തോട്ട് പോയി. കുറേ നാൾക്ക് ശേഷം വന്നതിലും ഒന്ന് പുറത്തോട്ട് പോകാമെന്ന് പറഞ്ഞ് അവിടെ നിന്ന് ഇറങ്ങി കേട്ടോ. എൻ്റെ ജീവിതത്തിൽ എന്തൊരു പ്രതിസന്ധി ഉണ്ടെങ്കിലും പുള്ളി എൻ്റെ കൂടെ കാണുക കേട്ടോ. എൻ്റെ സഹോദരനെ പോലെയാണ് കേട്ടോ പുള്ളി. സഹോദരനെ പോലെ എന്ന് പറഞ്ഞാൽ പോലെ സഹോദരനാണ്. എനിക്ക് എന്ത് പ്രശ്നം വന്നാലും എൻ്റെ കൂടെ നിൽക്കും കേട്ടോ. വിഷമമായാലും സന്തോഷമായാലും എന്ത് കാര്യമായാലും എൻ്റെ കൂടെ നിൽക്കും. കുറേ നാളായി കേട്ടോ പുള്ളീനെ കണ്ടിട്ട്. അപ്പം ഞാൻ വന്നപ്പോഴേ പറഞ്ഞു, എൻ്റെ കൂടെ ഒരുമിച്ച് എവിടെയെങ്കിലും പോയിട്ട് കുറേ നാളായല്ല, നമുക്ക് എവിടെയെങ്കിലും പോയാലോ എന്ന് പറഞ്ഞു. അപ്പം ഞാനും പറഞ്ഞു, ഇനിയിപ്പോൾ വണ്ടിയെട്, നമുക്ക് പോകാം. എവിടെ പോകാമെന്നൊന്നും തീരുമാനിച്ചില്ല കേട്ടോ. എവിടെയെങ്കിലും പോകാമെന്ന് പറഞ്ഞാണ് വണ്ടിയിൽ കയറുന്നത്. അങ്ങനെ അവിടെ നിന്ന് വണ്ടിയൊക്കെ എടുത്ത് കേട്ടോ. നേരെ ബീച്ചിലോട്ട് പോകാനാണ് പ്ലാൻ ചെയ്തിരുന്നത് കേട്ടോ. അങ്ങനെ അവിടെ നിന്ന് വണ്ടിയൊക്കെ എടുത്തു നമ്മൾ നേരെ പോയി കേട്ടോ ബീച്ചിലോട്ട്. പിന്നെ ബാക്കി വീഡിയോ ഒന്നും കാണിക്കാനായിട്ട് പറ്റുന്നില്ല. ബാക്കി ഞാൻ വീഡിയോ എടുത്തില്ല കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ബൈ. അടുത്ത വീഡിയോ കാണാം.